പാവനമീ ബലിയേകിടാം, അന്ന പെസഹാനാളിൽ ഓർമ്മയിലുണരാം. കൊണ്ടാടാം പാവനമീ ബലിയേകിടാം, ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതു മോദാൻ. കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൻ. കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൻ. സാക്ഷികളായി തീരാം പുതു ചൈതന്യത്താൽ, നിറയാം ആത്മാവിൽ ജീവൻ നേടാം. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതു മോദാം. ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. ഇന്നത്തെ ജന്മദിനങ്ങൾ ആൽബിൻ റോയ് കരിമഠം, KJ ജോൺ കൊല്ലംപറമ്പിൽ, മിലാഷ് മനോജ് മലയിൽ, ജിജോ ജോസ് കല്ലുവാരിക്കൽ, പെറീന മാത്യു മുട്ടുവന മാവന്തുവള്ളിൽ, ഫിനു മാത്യു വട്ടക്കേരിൽ, ബോബൻ പുത്തൻപുര, അലോന ട്രീസ ചാണ്ടിയിൽ, ബോബച്ചൻ അറിക്കാപ്പറമ്പിൽ പുത്തൻപുര, ജോജമോൾ അമ്പലത്തിൽ. ഇന്ന് അസീസി മഠത്തിൻ്റെ മദറായ ഷീല ഫ്രാൻസിസിൻ്റെ തിരുനാളാണ്. അവരെല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുർബാനയുടെ നിയോഗങ്ങൾ: മരണമടഞ്ഞവർ ജോസഫ് അമ്പാട്ട്, ദേവസ്യ വാരിത്ത് കാലായിൽ, മേരി ജോസഫ് കദളിക്കാട്. ഇവരെ നമുക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സദാകാലമായിരിക്കുമുള്ള വരത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവഗുരുപീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരേണ്ടമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹിനിമായ ത്രിത്വത്തിൻ്റെ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ബഹുമാനവും കിറച്ചതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കരച്ചിത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. യേശുനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യലു നിത്യമോദനം നീ അരുളുന്നു. അക്ഷയമരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും വികൃച്ചതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥനയ്ക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരെ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സുസ്ഥർഗനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അനുഗ്രഹിക്കട്ടെ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാ ദൈവമേ ഹൃദയവയലുകൾ ഒരുക്കേണ്ടമേ. സാദരം ഞങ്ങളിന്നതു കേട്ടു നാഥാ, ജീവിതത്തിൽ പകർത്താതെ വരം നൽകണേ. നമുക്ക് ശ്രദ്ധാറിൽ നിന്ന് പരിശുദ്ധ വചനം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിഷമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ഇന്ന് വിളിക്കുന്നത് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമെന്നാണ്. ലോകത്തിൻ്റെ പ്രകാശമാകുന്നത് നമ്മുടെ വചനങ്ങളിലൂടെയാണ്. അതേസമയം ഭൂമിയുടെ ഉപ്പാകുന്നത് നമ്മുടെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടാണ്. മറ്റുള്ളവരെ ബിൽഡപ്പ് ചെയ്യുന്ന നമ്മുടെ വചനങ്ങൾ കൊണ്ട് അവരുടെ പാതി നമുക്ക് വെളിച്ചം വിതറിക്കൊണ്ടും സുന്ദരമായ നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ആസ്വാദ്യമാക്കുവാൻ ഈ വചനങ്ങൾ ഇന്ന് നമ്മളെ നിർബന്ധിപ്പിക്കുന്നു. യേശു തൻ്റെ ശിഷ്യരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകിട്ട് പോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണയുള്ള ഈശോയെ, അങ്ങയിലുള്ള ആഴമായ വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും കാരുണ്യപ്രവൃത്തിയിലും വളർന്നു വരുവാൻ ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും എല്ലാ ഭാരവാഹികളെയും ഏറെ പ്രത്യേകമായി സെന്റ് അഗസ്റ്റിൻ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കാനായി നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിതരെയും ആത്മായ പ്രേക്ഷിതരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ദുശീലങ്ങൾക്കും അടിമകളായി കഴിയുന്നവർ, രോഗം മൂലം വേദന അനുഭവിക്കുന്നവർ, പ്രകൃതി ദുരന്തം മൂലം വേദന അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർ എല്ലാവരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ഇടവകയ്ക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ചും ബലിയർപ്പിച്ചും ഞങ്ങളെ പ്രാർത്ഥനാ ചൈതന്യത്തിലും ആഴമായ വിശ്വാസത്തിലും വളർത്തുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ആത്മീയ നന്മകൾ നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് ആശ്വസ്തമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ അഗസ്തീനസിനെ പോലെ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ.
അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കരുണരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അചകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ ഔഷേപ്പിൻ്റെയും വിസ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടഞ്ചൂർ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്തർക്കമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും എതിര് ചെയ്യുന്നു. നമ്മുടെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രീസ്യന്മാരും മേത്രാർച്ചുബിഷന്മാരും മെത്രാപ്പൊലിത്തന്മാരും മെത്രമാരും നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകം വേർപെട്ടുപോയ എല്ലാവരും അനുസ്മരിക്കാൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിനും കാരണമാവട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃച്ഛതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ ഞങ്ങൾ സമാധാനം നൽകുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും
ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്യാക്കോവിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ശരാശര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മുടെ കൂടെ. പിതാവും പുത്രനും പരിസ്ഥാനം സർവേശ്വരങ്ങളുടെ മുഖത്തെയും മറിയത്വത്തിൻ്റെ ആരാധനമായ എല്ലാ ആധാരങ്ങളിലും സ്തുതിയും എല്ലാ നാവിനും ഗ്രഹിച്ചതയും എല്ലാ സൃഷ്ടിയും സുഘോഷിയും അറിയിക്കുന്നു. എൻ്റെ കൂടെ നല്ല അങ്ങ് ലോകത്തെയും എല്ലാ സകലത്തെയും കനിവഴി സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോനാങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങ് നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുരന്മാരുടെ ശ്രാപ്യന്മാരുടെയും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോലും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ശിഖരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാശയുമെടുത്ത് കൃചിതാസ്വസ്ത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ
ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃച്ഛതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ റാഫേൽ പിതാവിനും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിനും മറ്റെല്ലാ പിതാക്കന്മാർക്കും പുരോഹിതന്മാർ, ഡീക്കന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന നീ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇന്ന് ജന്മദിനവും തിരുനാളും ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ഇന്നത്തെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന നീ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. സന്തോഷത്തിന് സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരെ ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃച്ഛതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുസ്ഥിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാഭാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമലമായ ശരീരത്തുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അന്ത്യാപത്തിൽ വന്ന ശരണത്തോടെ അപരാധ പിന്തുണച്ചുകൊണ്ടും പാപനെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനും ആദരവിധേയത്തോടെ കൃപയും പാപജനം യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പശുത്താന്മാനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പടും ഐക്യത്തോടും കൂടെ തിരുവചനത്തിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങൾ ശരീരങ്ങളെ ഒരുപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദര സർവാത്മവിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ പാലം ചെയ്യാനും തിരുവിധങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരത്തെ ജീവൻ നൽകട്ടെ.
അണയും ദൈവം അലിഞ്ഞു ചേരും സ്നേഹം മിഴികളിൽ മൊഴികളിൽ കരുണയാർന്നൊരു രൂപം. അരികിലണയും ദൈവം അലിഞ്ഞു ചേരും സ്നേഹം മിഴികളിൽ മൊഴികളിൽ കരുണയാർന്നൊരു രൂപം. സുഖം തേടിപ്പോവുകിൽ വേണ്ടയെന്നോതും മന്നം നൊന്തു കേഴുകിൽ സാരമില്ലെന്നും. സുഖം തേടിപ്പോവുകിൽ വേണ്ടയെന്നോതും മനം നൊന്തു കേഴുകിൽ സാരമില്ലെന്നും. പേടി വേണ്ട കൂടെ ഞാനുണ്ടെന്ന് ചൊല്ലിടും മെല്ലെ മാറിൽ ചേർത്തു മൃദുവാൻ ആശ്വാസമേകിടും. തളർന്നാൽ താങ്ങുവാൻ വിശന്നാലൂട്ടുവാൻ മനസ്സിൻ നോവകറ്റി ശാന്തിയേകിടുവാൻ അരികിലണയും ദൈവം അലിഞ്ഞു ചേരും സ്നേഹം മിഴികളിൽ മൊഴികളിൽ കരുണയാർന്നൊരു രൂപം. അരികിലണയും ദൈവം അലിഞ്ഞു ചേരും സ്നേഹം മിഴികളിൽ മൊഴികളിൽ കരുണയാർന്നൊരു രൂപം. പിടഞ്ഞോടും നേരമിൽ പിൻപെ വന്നിടും തളർന്നെങ്ങാൻ വീഴുകിൽ താങ്ങിയെടുത്തിടും. പിടഞ്ഞോടും നേരമിൻ പിൻപെ വന്നിടും തളർന്നെന്നാൽ വീഴുകിൽ താങ്ങിയെടുത്തിടും. താത സ്നേഹം വിട്ടു പോകരുതെന്നു മെല്ലെയോതിടും. താത സ്നേഹ വീട്ടിലേക്ക് സാദരം ക്ഷണിച്ചിടും. ഈശോയൻ ജീവിതത്തിൻ കാവലാണല്ലോ. ഈശോയൻ ജീവിതത്തിൻ സ്നേഹ
ദൈവമാണല്ലോ, അണർന്നാൽ താങ്ങുവാൻ, വിശന്നാലൂട്ടുവാൻ, മനസ്സിന്നോവകറ്റി ശാന്തിയിടുവാൻ, അരികിലണയും ദൈവം, അലിഞ്ഞു ചേരും സ്നേഹം, മിഴികളിൽ മൊഴികളിൽ കരുണയാർന്നൊരു രൂപം, അരികിലണയും ദൈവം, അലിഞ്ഞു ചേരും സ്നേഹം, മിഴികളിൽ മൊഴികളിൽ കരുണയാർന്നൊരു രൂപം. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ പ്രതിഫലിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ സകലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പകർച്ചവ്യാധികളിൽ ഞങ്ങളുടെ പ്രത്യേക സഹായകനും സംരക്ഷകനുമായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കരുണയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ശുദ്ധർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിനിമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃച്ഛതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായി ശുദ്ധർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമേ ദാനം വാഴ്ത്തപ്പെടുതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശുദ്ധർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവീശോ മിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ മാലാഖമാരുടെ ഒരുമിച്ച് നിത്യാനന്ദത്തിനും തിരുസന്നിധിയിൽ സംപ്രീതിക്കും സ്വർഗീയ ജെറൂസലേമിൽ തൻ്റെ വലതുഭാഗസ്ഥാനത്തിനും അവിടെ നമ്മെ യോഗ്യരാകട്ടെ. ഇന്ന് ജന്മദിനം ആചരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്കും തിരുനാൾ ആചരിക്കുന്ന ആശീസിലെ മദറിൻ്റെ ജീവിതത്തിലേക്കും അങ്ങയുടെ നിരന്തരമായ അനുഗ്രഹങ്ങൾ എണ്ണം വർഷിക്കുകയും ചെയ്യട്ടെ. അവരുടെ മേൽ അങ്ങയുടെ ദിവ്യ പരിപാലന എണ്ണമുണ്ടായിരിക്കുകയും സുരക്ഷിതമായി അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടകളുടെ പൊറുക്കലിനും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. നീതിമാനായ ദാദാ മാറിയുസി പുണ്യദാദാ മാനവരാദരവാ കീർത്തിക്കും പുണ്യദാദാ ചോദിപ്പോർക്കെന്തും നൽകി ആശകൾ തീർത്തിടുന്ന ഈശോദൻ സ്നേഹദാതാ കാരുണ്യമേകിടണേ. ആശ്രയം തേടിയങ്ങേ പാദത്തിൽ വന്നിടുന്ന ആർത്തരെ കൈവിടാതെ കാത്തു പാലിക്കതാകാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നദിനെ പോലെ പൊഴുപൊഴു നീക്കുവാമേൻ. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായിരുന്നു. അവളെ അപകീർത്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അറിയിച്ചു. ദാവീദിന്റെ പുത്രനായ യോസേഫേ, അങ്ങയുടെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലാണ്. അവളുടെ ഒരു പുത്രനെ പ്രസവിക്കും, ശിശുവിന് ഈശോ എന്ന് പേരിടണം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ മറിയോസേഫേ, കുറ്റമില്ലായ്മ തന്നെയായിരിക്കുന്ന ഈശോ മിശിഹായും കന്യകകൾക്കും അവരുടെ മാതൃമല്ല കന്യകാമറിയവും അങ്ങയുടെ വിശ്വാസമുള്ള സൂക്ഷ്യത്തിന് ഏൽപ്പിക്കപ്പെട്ടുവല്ലോ. ഈശോ പറയുന്നത്രയും പ്രിയപ്പെട്ട പണയത്തെക്കുറിച്ച് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നതായത് അശുദ്ധതയിൽ നിന്ന് കാത്ത് ശുദ്ധഹൃദയത്തോടും നരമ്പര ശരീരത്തോടും കരകൂടാത്ത ആത്മാവോടും കൂടി ഈശോ മിശിഹായ്ക്കും മറിയത്തിനും എപ്പോഴും എത്രയും ശുദ്ധമായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചെന്നല്ലേ. ഔസേപ്പുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. മറിയം കഴിഞ്ഞാൽ പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അദ്ദേഹം അറിഞ്ഞില്ല. ഈശോ എന്ന പേര് അവൻ പുത്രന് നൽകുകയും ചെയ്തു. വിവേകിയും തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനുമായ വിശ്യ ഔസേപ്പേ, അങ്ങേക്കുണ്ടായ ആനന്ദങ്ങളെ സന്തോഷത്തോടും ദുഃഖങ്ങളെ സമചിത്തതയോടും കൂടി അങ്ങ് സ്വീകരിച്ചുവല്ലോ. അനാവശ്യാനന്ദങ്ങൾ കൊണ്ടും പരസ്പര ഭിന്നതകൾ കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള കടപ്പാടുകളെയും മക്കളോടുള്ള കടമകളെയും ദൈവേഷ്ടമനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും അവർക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ഔസേപ്പിനോട് കൽപ്പിച്ചു, നീ എഴുന്നേൽക്കുക, ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ ഇനി അറിയിക്കുന്നവരെ അവിടെ താമസിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഹെരോദേസ് രാജാവ് ശിശുവിനെ വധിക്കുവാൻ ഉടനെ അന്വേഷിക്കും. ആ രാത്രിയിൽ തന്നെ ഔസേപ്പ് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിന്റെ മരണം വരെ അവിടെ പാർക്കുകയും ചെയ്തു. ഈശോ മിശിഹായുടെ സംരക്ഷകനും വളർത്തുപിതാവുമായ വിശുദ്ധ യോസേപ്പേ, ദിവ്യശിശുവിന് വേണ്ടി വസതി അന്വേഷിച്ചും അവിടുത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒളിച്ചോടിയും അവിടുത്തെ തീറ്റുപോറ്റുവാൻ വേണ്ടി മരപ്പണി ചെയ്തും ദിനരാത്രങ്ങൾ അധ്വാനിച്ച അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ. സഭാമർദ്ദകരിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഹെരോദോസ് മരിച്ച ഉടനെ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് ഔസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അരുളി ചെയ്ത്, നീ എഴുന്നേൽക്കുക, കുഞ്ഞിനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. എന്റെ കൂടെ നാൾ ഉണ്ണി വധിക്കാനിരുന്നവർ മരിച്ചു കഴിഞ്ഞു. യോസേഫ് എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് തിരിച്ചു.
യേശു മിശിഹായുടെയും പരിശുദ്ധകന്യാമറിയത്തിൻ്റെയും ദൈവശുശ്രൂഷകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാശ്വസിക്കുകയും സമാധാനത്തിൽ മരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ മാറിയൂസേപ്പേ, ഒരുങ്ങാത്തതും ദൈവേഷ്ടപ്രസാദമില്ലാത്തതുമായ എല്ലാ ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോയും തിരുനാമം വിളിച്ചുകൊണ്ടും പാപത്തെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ടും മരണം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം, രോഗികളുടെ ആശ്രയവും ആസന്നവരുടെ മധ്യസ്ഥനുമായ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. പിതാവായ ഹെരോദോസിന്റെ സ്ഥാനത്ത് പുത്രനായ അർക്കലാവോസ് യൂദായിലെ രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് ഔസേ പറഞ്ഞു. അങ്ങോട്ട് പോകുവാൻ യോസേഫ് ഭയപ്പെട്ടു. ഗലീലാദേശത്ത് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് അവർ ഗലീലയിലേക്ക് പോയി. അവിടെ ചെന്ന് നസ്രത്ത് എന്ന നഗരത്തിൽ വാസമുറപ്പിച്ചു. ഈശോ മിശിഹായെ നസ്രായൻ എന്ന് വിളിക്കണമെന്നുള്ള ദൈവദൃശ്യയുടെ പ്രവചനം അങ്ങനെ നിറവേറി. തിരുക്കുടുംബത്തിന്റെ ശുഷ്കാന്തിയുള്ള കാവൽക്കാരനും നിരന്തരമായ അധ്വാനം കൊണ്ട് ദൈവസുതനെയും മാതാവിനെയും കാത്തുപരിപാലിച്ചവനും വേലക്കാരുടെ മാതൃകയുമായ മാറിയൂസേപ്പേ, അങ്ങ് തൂകിയ വീർപ്പുതുള്ളികളെയും സഹിച്ച പീഡകളെയും ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മശരീര പോഷണത്തിനും ആരോഗ്യപരിപാലനത്തിനുമായി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനായ അങ്ങ് എളിയവരായ ഞങ്ങളിൽ നീതിബോധവും സത്യസന്ധതയും കൈവരുത്തണമേ. അധ്വാനം വഴി സ്വർഗീയ സമാധാനത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ. സഹോദരരെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിന് സമൂഹത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കുവാനും നന്ദി പറയുവാനും അല്പസമയം മൗനമായി ചിലവഴിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധന്യാമറിയത്തിൽ നിർമ്മലനായ ഭർത്താവും ഈശോമിശിഹായുടെ വളർത്ത പിതാവുമായ ഔസേപ്പേ, ദൈവിക നീതിയാൽ അങ്ങ് ജീവിതത്തെ ധന്യമാക്കിയല്ലോ. ഗർഭിണിയായിരുന്ന മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിച്ചപ്പോഴും ഉണ്ണിയേശുവിനെ സംരക്ഷിക്കുവാൻ അന്യദേശത്തേക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നപ്പോഴും പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി മങ്ങയെ ഒലിച്ചപ്പോഴും ദൈവത്തിൻ്റെ പരിപാലന കരങ്ങൾ ദർശിച്ച് അനുസരണയോടുകൂടെ ദൈവികത നിറവേറ്റി അങ്ങ് ജീവിത ദൗത്യം പൂർത്തിയാക്കി. വേദനകളാലും ക്ലേശങ്ങളാലും ഞങ്ങൾ വലയുമ്പോൾ ദൈവപരിപാലനയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപാവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ താലന്തുകളെല്ലാം ഉപയോഗപ്പെടുത്തി അങ്ങേപ്പള്ളി അധ്വാനിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമാക്കട്ടെ. പരസ്പരം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും തെറ്റുകൾ ക്ഷമിച്ചും കുടുംബത്തിനും സമൂഹത്തിനും ഞങ്ങൾ സന്തോഷവും സമാധാനവും നൽകട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജന്മദിനവും തിരുനാളും ആചരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. യേശുതൻ പാലക യോസേപ്പേ, മഹാത്മ മഹാത്മ മഹാത്മാ, കരയറ്റ കന്യകയമ്മയും പരമപിതാവിൻ കുമാരനെയും